ഹായ് നമസ്കാരം. ഞാൻ ശുഭ സുധീഷ്, ന്യൂട്രീഷൻ വെൽനസ് കോച്ച്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റുമായിട്ടാണ്. ഒരു വീടിനെ വീടാക്കി മാറ്റുന്നത് ആ വീട്ടിലെ കുട്ടികളാണ്. അവരുടെ കളിയും ചിരിയും തമാശകളും കരച്ചിലും അതൊക്കെയാണ് നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് വീടുകളിൽ കിട്ടുന്നത്. എന്നാൽ ആ കുട്ടികൾ ആക്റ്റീവ് അല്ലാതിരിക്കുകയും അവരുടെ കളിയും ചിരിയും തമാശകളും ഒക്കെ ഇല്ലാതിരിക്കുമ്പോൾ അവരെ അസുഖത്തിലേക്ക് നയിക്കുമ്പോൾ നമുക്ക് അൺഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാക്കുക. അത് ടോട്ടലി നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ തന്നെ മാറ്റുന്ന രീതിയിലേക്കാണ് നമ്മളെ എത്തിച്ചേർക്കുക എന്നത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള പോഷകങ്ങൾ ഡെയിലി ബേസിസിൽ ലഭിക്കാതിരിക്കുമ്പോഴാണ് അവർ അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് പോകുന്നത്. ഇത് നമ്മുടെ കുട്ടികൾ ധാരാളം വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അവരുടെ ഫുഡിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അവരുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടി അത് അത്യാവശ്യമാണെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. എന്നാൽ എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്ത് അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഹെർബാ ലൈഫിന്റെ ഡൈനോ ഷേക്ക് എന്നുള്ള ഒരു പ്രോഗ്രാം. കാരണം ഇതിൽ 18 തരം എസെൻഷ്യൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡൻസ് ആയ കാൽസ്യം, പ്രോട്ടീൻ, വൈറ്റമിൻ എ, സി, ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഒരു സെർവിങ്ങിൽ 6 ഗ്രാം പ്രോട്ടീൻ മാത്രമാണ് നമുക്ക് കുട്ടികൾക്ക് കിട്ടുന്നത്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് സോയ് വെയ് പ്ലസ് നമ്മുടെ കഫീൻ പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം അമിനോ ആസിഡുകൾ ഉണ്ടായിരിക്കും. അമിനോ ആസിഡ് അറിയാലോ, അമിനോ ആസിഡ് എന്തിനാണെന്ന്. അമിനോ ആസിഡ് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് നമുക്ക് വിശപ്പ് എന്നുള്ള ടെൻഡൻസി ഫീൽ ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഡൈനോ ഷേക്ക് കഴിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ഭക്ഷണവും നമ്മളോട് ചോദിച്ച് നല്ല രീതിയിൽ അവരെ വിശപ്പടക്കുന്ന രീതിയിൽ ഭക്ഷണം വാങ്ങി കഴിക്കും. ഇവർക്ക് വിശപ്പ് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇവരോട് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കേണ്ട ആവശ്യം വരുന്നതേയില്ല. ഇത് 2 ഫ്ലേവറിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവർ, ഒന്ന് സ്ട്രോബെറി ഫ്ലേവർ. എൻ്റെ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോക്ലേറ്റ് ഫ്ലേവർ ആണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൂടി നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ അവന് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭക്ഷണം കൂടെ ചോദിച്ച് വാങ്ങി കഴിക്കുന്ന രീതിയിലേക്ക് അവരുടെ സിറ്റുവേഷൻ മാറിയിരിക്കുന്നു. മകൾ വെയിറ്റ് ഗെയിൻ ചെയ്ത് ഐഡിയൽ വെയിറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മകനും അണ്ടർ വെയിറ്റ് ആയിരുന്നു. അവൻ ഭക്ഷണം തീരെ കഴിക്കാത്തൊരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൂടാതെ തന്നെ അവന് ഡൈജഷൻ്റെ പ്രോബ്ലം ധാരാളം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഭക്ഷണം നല്ല രീതിയിൽ ഡൈജഷൻ ആവാത്തത് കൊണ്ട് തന്നെ ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡൈജഷൻ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കാത്തതെന്നുള്ള കാര്യങ്ങൾ ഡോക്ടറെ അടുത്ത് വിസിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് കഴിക്കാൻ അവരെ ശീലിപ്പിക്കണം. ഒരേ പാറ്റേണിൽ തന്നെ അവരെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർക്ക് മടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർ ക്രമേണ ഭക്ഷണം വേണ്ടാന്ന് വെക്കും. നമുക്ക് ഇനി കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു ശീലത്തിലേക്ക് വരണമെങ്കിൽ പാരൻസും അതേപോലെ തന്നെ നമ്മുടെ ശീലങ്ങൾ മാറ്റുവാൻ നമ്മൾ തയ്യാറാവണം. കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ അവർക്ക് ഒബ്സർവേഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന രീതിയിലേക്കാണ് അവർ ശീലിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം മാറാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. നമ്മുടെ ശീലം റെഡിയാക്കിയാൽ മാത്രമേ നമ്മുടെ കുട്ടികളും നമ്മളെ പോലെ മാറ്റം വരുത്തി നല്ല ശീലത്തിലേക്ക് എത്തും. നിങ്ങൾക്ക് ഈ ഒരു ഡൈനോ ഷേക്കിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഓരോരോ ആൾക്കാരെ പേഴ്സണലൈസ് ചെയ്ത് ഞാൻ നിർദ്ദേശങ്ങൾ നൽകും. അപ്പോൾ മറക്കാതെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.